നമസ്കാരം. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിപ്പട്ടിക വലുതാകുമെന്ന സൂചന നൽകി CBI. കഴിഞ്ഞ ദിവസം CBI രജിസ്റ്റർ ചെയ്ത FIRൽ 21 പ്രതികളാണ് ഉള്ളത്. പോലീസ് FIRൽ 20 പേരാണ് ഉണ്ടായിരുന്നത്. പേര് പറയാതെയാണ് 21ാമനെ CBI പ്രതിയാക്കുന്നത്. ഇത് അക്ഷയ് ആയിരിക്കുമെന്നാണ് സൂചന. ഇനിയും പ്രതികൾ കൂടാൻ സാധ്യതയുണ്ട്. 2 പെൺകുട്ടികളും CBIയുടെ സംശയ നിഴലിലാണ്. പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം റിമാൻഡിലാണ്. ഇവരെ CBI വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണമെത്തും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ചില വിദ്യാർത്ഥികളുടെ പേരുകൾ കുടുംബം പരാമർശിച്ചിരുന്നു. ഇവരിൽ ആരിലേക്കെങ്കിലും CBIയുടെ അന്വേഷണം നീളുകയാണോ എന്നും വ്യക്തമല്ല. നിലവിൽ പേര് പരാമർശിക്കാതെയാണ് 21ാമത്തെ ആളെ FIRൽ പ്രതി ചേർത്തിരിക്കുന്നത്. CBI സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി ചൊവ്വാഴ്ച എടുക്കും. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശിനോട് ചൊവ്വാഴ്ച വരാനാണ് CBI നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൽപ്പറ്റ പോലീസ് വഴിയാണ് ഇക്കാര്യം സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. സിദ്ധാർത്ഥന്റെ അച്ഛന്റെ മൊഴി കേസിൽ അതിനിർണായകമായിരിക്കും. പേര് പറയുന്നവരിലേക്കെല്ലാം അന്വേഷണം നീളുക തന്നെ ചെയ്യും. പൂക്കോട് ക്യാമ്പസിലും CBI വിശദമായ പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ CBI സംഘം വയനാട് ജില്ലാ പോലീസ് മേധാവി T. നാരായണനുമായി സംസാരിച്ചിരുന്നു. സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച കൽപ്പറ്റ DYSP TN സജീവനുമായും CBI ഉദ്യോഗസ്ഥർ സംസാരിച്ചു. വൈത്തിരി റെസ്റ്റ് ഹൌസിലാണ് CBIയുടെ താൽക്കാലിക ക്യാമ്പ്. ഡൽഹിയിൽ നിന്ന് ഒരു SPയുടെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് എത്തിയിരിക്കുന്നത്. മലയാളികളായ ചില ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ സംഘത്തോടൊപ്പം ചേരുമെന്നും സൂചനയുണ്ട്. സിദ്ധാർത്ഥൻ കേസിൽ അന്വേഷണം തുടങ്ങിയ CBIക്ക് വേണ്ട സഹായങ്ങളെല്ലാം പോലീസ് ചെയ്തു കൊടുക്കണമെന്നാണ് പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ക്യാമ്പ് ഓഫീസും വാഹനങ്ങളും മറ്റ് സാങ്കേതിക സഹായങ്ങളും ഉൾപ്പെടെ കേസ് അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായവും പോലീസ് ചെയ്തു നൽകും.